യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടാൽ ഇനിയും ഇടപെടൽ നടത്താമെന്ന് SYS പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അസ്കരി പറയുന്നു. വധശിക്ഷ റദ്ദാക്കിയതോടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലക്ഷ്യം കഴിഞ്ഞെന്നും മകൻ ഹക്കീം അസ്കരി. മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചതായും അബ്ദുൽ ഹക്കീം അസ്കരി 24നോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വിഷയം ചർച്ചയായതായി അബ്ദുൽ ഹക്കീം അസ്കരി വ്യക്തമാക്കുന്നു. നിമിഷപ്രിയയുടെ മോചനം എന്നുണ്ടാകുമെന്നതിൽ വ്യക്തതയില്ലെന്നിരിക്കെ തങ്ങളുടെ ദൗത്യം അവസാനിച്ചതായാണ് അബ്ദുൽ ഹക്കീം അസ്കരി വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയ വിഷയത്തിൽ ചെറിയ ദൗത്യമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടേത്. നിമിഷപ്രിയയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. വധശിക്ഷ റദ്ദാക്കിയതോടെ ആ ദൗത്യം കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടാൽ തുടർന്നും ഇടപെടൽ നടത്തും. ഉസ്താദിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദിയത്ത് സ്വീകരിച്ചുകൊണ്ടോ സ്വീകരിക്കാതെയോ അഫ്വ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വലിയൊരു കാഴ്ചപ്പാടിനെ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടുകൂടി അത് അവസാനിച്ചു എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഡിപ്ലോമാറ്റിക് കാര്യങ്ങളാണ്. ഇനി അത്തരമൊരു വിഷയത്തിൽ സഹായം ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ സന്നദ്ധമാണ്, ആവശ്യമായി വന്നാൽ എന്നും പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചതായും അബ്ദുൽ ഹക്കീം അസ്കരി പറഞ്ഞു. വധശിക്ഷ ഒഴിവായെങ്കിലും നിമിഷപ്രിയ ഇപ്പോഴും യമനിലെ സനാ ജയിലിലാണ്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.